കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീബോർഡിലെ ബട്ടണും അതിൻ്റെ ഫങ്ഷനും ഒക്കെ പഠിച്ചു. ഒരു ചെറിയ പ്രോഗ്രാമർ എന്ന ലെവലിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, കുറച്ചൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരിക്കും. ഓക്കെ, അതൊക്കെ കുഴപ്പമില്ല. കുറച്ചൊക്കെ നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കീബോർഡിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് എന്നൊക്കെ ഡീറ്റെയിലായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് കീബോർഡിലെ കീസ് എന്താണെന്ന് പരിചയപ്പെടാം. കീബോർഡിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡിലെ കീസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. നോക്കൂ, ചുമ്മാ കീസിനെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല, ഇതൊരു റെഗുലറായിട്ടൊരു പാറ്റേണിലാണ് അറേഞ്ച്മെൻറ്റ്സ് അല്ലേ. ബ്ലാക്ക് കീസ് ആണെങ്കിൽ ഒരു പാറ്റേണിൽ, വൈറ്റ് കീസ് വേറൊരു പാറ്റേണിൽ അല്ലേ. വൈറ്റ് കീസ് ആണെങ്കിൽ നിരത്തി വച്ചിരിക്കുകയാണ്, പക്ഷെ ബ്ലാക്ക് കീസ് അങ്ങനെയല്ല. ബ്ലാക്ക് കീസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അവ 2 ബ്ലാക്ക് കീ കഴിഞ്ഞാൽ 3 ബ്ലാക്ക് കീ, അങ്ങനെയല്ല അറേഞ്ച്മെൻറ്റ്സ്. നോക്കി നോക്കൂ, 2 ബ്ലാക്ക് കീ കഴിഞ്ഞാൽ 3 ബ്ലാക്ക് കീ, പിന്നെ 2 ബ്ലാക്ക് കീ, പിന്നെ 3 ബ്ലാക്ക് കീ. അങ്ങനെയാണ് കീബോർഡിൽ ബ്ലാക്ക് കീസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ കീബോർഡിലെ കീസ് ഏതാണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്ന ഈ ബ്ലാക്ക് കീയുടെ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പോൾ കീബോർഡിസ്റ്റുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അവർ ഓരോ കീസും സെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ പരിചയപ്പെട്ട് നല്ല അറിയാം ഇത് ഈ കീ ആണെന്നൊക്കെ അറിയാം അവർക്ക്. അപ്പോൾ ബിഗിനേഴ്സിന് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒക്ടറ്റിനെ കുറിച്ചാണ്. ശരിക്കും ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്വരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കീസുകളെ നമ്മൾ പെയർ ചെയ്ത് വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര അങ്ങനത്തെ പെയർ ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാനൊരു കീ ടച്ച് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ കീബോർഡിലെ ഫസ്റ്റ് കീ ആണ്. ഈ ഒരു കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് കീ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് വരുന്ന വഴിയിൽ അടുത്ത വീഡിയോസിലൊക്കെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ചുമ്മാ ജസ്റ്റ് പേര് ഓർത്തിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒക്ടറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീ എടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ പൊസിഷൻ നോക്കൂ, 2 ബ്ലാക്ക് കീയുടെ ലെഫ്റ്റ് ആയിട്ടിരിക്കുന്ന കീ ആണ്. ഓക്കെ, ഇതുപോലെ 2 ബ്ലാക്ക് കീയുടെ ലെഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടുത്ത കീ വല്ലതുണ്ടോ നിങ്ങൾ നോക്കൂ. ഇവിടെയല്ലേ 2 ബ്ലാക്ക് കീ, അതിൻ്റെ ലെഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കീ ഇരിപ്പുണ്ട് ഇല്ലേ. അപ്പോൾ അടുത്തത് നിങ്ങൾ നോക്കൂ, അടുത്ത് നമുക്ക് കാണാൻ പറ്റും 2 ബ്ലാക്ക് കീയുടെ ലെഫ്റ്റ് ആയിട്ട് അടുത്ത കീ. അടുത്ത് നോക്കൂ, അടുത്ത കീ, അടുത്ത് നോക്കൂ, അടുത്ത കീ അല്ലേ. അപ്പോൾ നമ്മൾ ഒക്ടറ്റ് കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കീ എങ്കിൽ അടുത്ത് ഇതേ പൊസിഷൻ വരുന്ന അടുത്ത കീ. അപ്പോൾ ഇതിന് ഇടയിലുള്ള കീസുകൾ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ശരിക്കും ഒക്ടറ്റുകൾ നമ്മൾ കൂട്ടിവെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തൽക്കാലം ഇങ്ങനെ പറയുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ഒക്ടറ്റ്. അടുത്ത് നമ്മൾ സെക്കൻഡ് ഒക്ടറ്റിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഒക്ടറ്റ്. അടുത്ത് നമ്മുടെ തേർഡ് ഒക്ടറ്റ്, നമ്മുടെ തേർഡ് ഒക്ടറ്റ്. അടുത്ത് നമ്മുടെ ഫോർത്ത് ഒക്ടറ്റ്. അടുത്ത് നമ്മുടെ ഫിഫ്ത്ത് ഒക്ടറ്റ്. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ഒക്ടറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒക്ടറ്റിലേക്ക് പിന്നെയും വരികയാണ്. ഈ ഒക്ടറ്റിൻ്റെ പ്രത്യേകത നോക്കൂ, ഇതിൽ എത്ര കീസ് ഉണ്ടെന്ന് നോക്കൂ, നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഒരു ഒക്ടറ്റിൽ എത്ര കീസ് ഉണ്ട്? 12 കീസുകളാണ് ഒരു ഒക്ടറ്റിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒക്ടറ്റിൽ 12 ഉണ്ട്, സെക്കൻഡ് ഒക്ടറ്റിൽ 12 ഉണ്ട്, തേർഡ് ഒക്ടറ്റിൽ 12 ഉണ്ട്, ഫോർത്തിൽ 12 ഉണ്ട്, ഫിഫ്ത്തിൽ 12 ഉണ്ട്. എല്ലാ ഒക്ടറ്റിലും ഉള്ള കീസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്ടറ്റുകളെ കണ്ടുപിടിച്ചു, ഒക്ടറ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഫിംഗർ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒക്ടറ്റ് എന്താണെന്നും ഒക്ടറ്റുകളെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞില്ലേ. അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം ഫിംഗർ അറേഞ്ച്മെൻറ്റ്. ഫിംഗർ എങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്യും? അപ്പോൾ കർണാടിക് മ്യൂസിക്കിലപ്പോൾ ഫിംഗേഴ്സ് അറേഞ്ച്മെൻ്റ് അല്ല നമ്മൾ വെസ്റ്റേൺ ഉപയോഗിക്കുന്നത്. വെസ്റ്റേണിന് നമ്മൾ റൈറ്റ് ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ കോഡ്സുകളാണ് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ കർണാടിക് മ്യൂസിക്കിൽ റൈറ്റ് ഹാൻഡിൽ നമ്മൾ നോട്ടുകളൊക്കെയാണ് വായിക്കുന്നത്. നോട്ടുകൾ, ബിറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ കോഡ്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡിലെ അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കർണാടിക് മ്യൂസിക്കിലെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇവിടെ നമ്മൾ ഈ ലിറ്റിൽ ഫിംഗർ ഉപയോഗിക്കാറില്ല, ബാക്കി 4 ഫിംഗേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് നമ്മുടെ
ഓക്കെ 1 2 3 4 മനസ്സിലായില്ലേ? അടുത്ത് 5 6 7 8 ഓക്കെ. വീണ്ടും 1 2 3 4 5 6 7 8. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് അറേഞ്ച്മെന്റ്. ലെഫ്റ്റ് ഹാൻഡ് നോക്കൂ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയാണ് നമ്മൾ ലിറ്റിൽ ഫിംഗർ ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ലിറ്റിൽ ഫിംഗറിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. 1 ഓക്കെ, 1 2 3 4 5 ഒരു കൂടെ 2 3 4 5 കണ്ടില്ലേ? 1 2 3 4 5 മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ അറേഞ്ച്മെന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് വെസ്റ്റേൺ അറേഞ്ച്മെന്റ് നോക്കാം. വെസ്റ്റേൺ നമ്മൾ ഈ ഫിംഗർ ലിറ്റിൽ ഫിംഗർ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ലെഫ്റ്റിൽ നമ്മൾ ഇവിടെ നിന്നാണ് 1 സ്റ്റാർട്ട് ചെയ്തല്ലേ. പക്ഷേ റൈറ്റിൽ വരുമ്പോൾ തം ഫിംഗറാണ് 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 മനസ്സിലായില്ലേ? ഇത്ര സിമ്പിളാണ് നമ്മുടെ ഫിംഗേഴ്സിന്റെ അറേഞ്ച്മെന്റ്. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സിന്റെ അറേഞ്ച്മെന്റ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് ഞാൻ ചെറിയൊരു നോട്ട് നിങ്ങൾക്ക് ഫിംഗർ എങ്ങനെയാണ് വരച്ച് വായിക്കേണ്ടത്, ഏത് ഫിംഗറാണ്, ഏതൊക്കെ കീസിലാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഫിംഗേഴ്സിന്റെ ഉപയോഗം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 3rd ഒക്ടേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ നമ്മുടെ ഫിംഗർ അറേഞ്ച്മെന്റ്. അടുത്ത് നോക്കൂ, അടി കൂടെയാണ് നമ്മൾ എടുക്കേണ്ടത്. അടി കൂടെയാണ് എടുക്കുന്നത്. അടുത്ത് നോക്കൂ, അടി കൂടെ ഉണ്ടാവും. അത് നോക്കുക, ഉണ്ടാവും അടി കൂടെ. മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് ഇതാണ് നമ്മുടെ കർണാടി മ്യൂസിക്കിലെ നോട്ടുകൾ വായിക്കുന്നത്. അടുത്ത് നമുക്ക് നമ്മുടെ വെസ്റ്റേൺ നോക്കാം. വെസ്റ്റേൺ നമുക്ക് ഈ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ. കണ്ടോ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറേഞ്ച്മെന്റ്. അടുത്ത് നമ്മൾ എങ്ങനെ എടുക്കുന്നത്, അതായത് ഇങ്ങനെ ഇത് വായിച്ചിട്ട് അടി കൂടെ കണ്ടോ, അടി കൂടെ നമ്മൾ അടുത്തത് വയ്ക്കും. പിന്നെ അടുത്ത് നോക്കൂ, എൻ്റെ അടി കൂടെ കണ്ടോ, നമ്മുടെ ഫിംഗർ അടുത്ത് പോകണുണ്ടോ? മനസ്സിലായില്ലേ? അടി കൂടെ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ കൂടെ എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഇങ്ങനെ ഒക്ടറ്റുകളെ കണ്ടുപിടിക്കാം. ഒക്ടറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അടുത്തത് നമ്മുടെ ഫിംഗർ അറേഞ്ച്മെൻറ്റ്, ഫസ്റ്റ് എല്ലാം എങ്ങനെ ഫിംഗർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കർണാടിക് മ്യൂസിക്കിൽ എങ്ങനെ ഫിംഗേഴ്സിന് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കീബോർഡിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക്, അതായത് കീബോർഡ് ഇതുവരെ പോലും ചെയ്യാത്തവർക്ക്, കണ്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മായാമാളവ ഗൗള എന്ന രാഗത്തെക്കുറിച്ചിട്ടാണ്. മായാമാളവ ഗൗള രാഗത്തിൻ്റെ പ്രത്യേകതകളും അതുമാത്രമല്ല ബിഗിനേഴ്സിന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രാഗമാണ്. അതെന്താണ് ആ രാഗത്തിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ആദ്യം ബിഗിനേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ചെറിയായിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഓർക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ ചെറിയ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നത് മുതൽ അപ്പോൾ 15 മിനിറ്റ്സ് പ്രാക്ടീസിന് വേണ്ടി, കീബോർഡ് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കീബോർഡിസ്റ്റ്, നല്ല ഫാസ്റ്റായിട്ട് അപ്പോൾ വായിക്കുന്നത്, ഇപ്പോൾ നല്ല ആൾക്കാർ മനസ്സ് കവർന്ന് വായിക്കുന്ന കീബോർഡിസ്റ്റൊക്കെ ആയിട്ട് മാറാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.